ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് പകലിലെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ. യേശു തന്റെ അടുക്കൽ വന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവൻ്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗം അറിയാവുന്ന യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് പിറ്റേന്നാൾ, ആ പ്രസംഗത്തിൻ്റെ പിറ്റേന്നാളാണ് എന്ത് ചെയ്തത്? യേശു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. പഴയ കാലത്ത് പാപത്തിന് പരിഹാരമായി ഒരു കുഞ്ഞാട്, ഒരു മൃഗം അറുക്കപ്പെടേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സകല ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തത്? അറുക്കപ്പെട്ടത്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ പാപങ്ങൾ എത്ര ഭയങ്കരമായിരുന്നു. നമ്മുടെ പാപങ്ങൾ അതിഭയങ്കരമായിരുന്നു. നമ്മൾ പാപികളായിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ ഓർക്കണ്ട, എന്നാലും ഒന്ന് ഓർത്തേ. സ്തോത്രം. അതിൽ നിന്നെല്ലാം ദൈവം നമുക്ക് കൃപയാൽ, വിശ്വാസത്താൽ, യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് വിടുതലുണ്ടായി. സ്തോത്രം. നമ്മൾ കർമ്മം കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെട്ടത്. ഒരു കർമ്മമാർഗം കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. യാഗം കൊണ്ടോ കർമ്മം കൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ കുറേ നേരം മുട്ടയിൽ നിന്നതുകൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ ലോകത്തിന് കഴിയത്തില്ല. കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷ നേടിയത്, രക്ഷയുണ്ടായത്. സമൂഹം കാണിക്കുന്ന കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ വീട്ടിൽ ഇത് റബ്ബറുള്ളപ്പോൾ ഞാനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും വെട്ടുമായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കെന്നാ ദുഃഖം? ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു ദുഃഖമില്ല. ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാലും കർത്തൃ ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ ആരാധന മുടക്കാതിരിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകരുതെന്ന് പറയുന്നത്. നമ്മുടെ കർത്തൃ ദിവസങ്ങളിൽ ജോലിക്ക് പോകേണ്ട ഷിഫ്റ്റ് ജോലിയുള്ളവരുണ്ട്. അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവരടുത്ത സമയം ആരാധനയ്ക്ക് പോകും. നമുക്കങ്ങനെ ദിവസത്തിനൊന്നും സമയത്തിനും ഒന്നും ഒരു പ്രത്യേകതയില്ല കേട്ടോ. ഒരു പ്രത്യേകതയില്ല, ഒന്നിനും ഒരു പ്രത്യേകതയില്ല. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പാപത്തെ മുഴുവനും കർത്താവ് ചുമന്നൊഴിച്ചു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കർത്താവ്. യോഹന്നാന് യാതൊരു അസൂയയും ഇല്ലായിരുന്നു കർത്താവിനോട്. അതൊരു ഭയങ്കരമാണ്. യോഹന്നാന് യാതൊരു അസൂയയും. ഹല്ലേലൂയ. ഒരാൾ നന്നായി പ്രസംഗിച്ചാൽ ചിലർക്ക് അസൂയ തോന്നും. എന്നാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷെ യോഹന്നാന് സ്തോത്രം അസൂയ ഇല്ലായിരുന്നു. യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ വളരണം, ഞാനോ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളിൽ ഒന്ന് വളർന്നാൽ നമ്മുടെ സ്വയത്തെ ഒത്തിരി മാറാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയത്തെ ഒത്തിരി മാറാനുണ്ട്. നമ്മുടെ സ്വയത്തെ മാറണം. കർത്താവിനെ സേവിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ചിന്തയിൽ തന്നെ പോകരുത്. നമ്മൾ പറയുന്നത് കാര്യം അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് തന്നെ ആയിരിക്കത്തില്ല ശരി. അപ്പോൾ ആ ശരി എന്താണെന്നൊന്ന് അന്വേഷിക്കണം. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതാണ് ശരിയെന്നൊന്ന് അംഗീകരിക്കണം. ഹല്ലേലൂയ. ശരിയാണെന്ന് പറഞ്ഞാൽ ഒന്ന് അംഗീകരിക്കണം. നമ്മുടെ സ്വയത്വം വിട്ടുകളയണം. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, അവൻ വളരണം. നമ്മുടെ ജീവിതയാത്രയിൽ അവൻ വളരണം. സ്തോത്രം. അവൻ വളരണം, ഞാനോ എന്ത് ചെയ്യണം?
കുറയണം. ഞാനെന്ന് പറയുന്നത് ഒന്ന് കുറയണം കേട്ടോ. ഹല്ലേലൂയ. നമുക്കിച്ചിരി സാമ്പത്തികവും കാര്യവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ ഞാൻ എന്തു ചെയ്യും? കയറി അങ്ങ് വിലസും. ഹല്ലേലൂയ. ഞാനെന്നുള്ള ഭാവം. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ മുഖ്യാസനം എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞേ. വലിയ ആളുകൾക്ക് മുഖ്യാസനം ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഇവിടെ അതിന് മുഖ്യാസനത്തിൻ്റെ ആരും വരുന്നില്ല, എല്ലാവരും പുറകിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ഭാവം നമ്മളിലേക്ക് വരും. പ്രിയമുള്ളവരെ, എത്ര വളർന്നാലും ഞാനെന്നൊരനുഭവം ഉണ്ടാകരുത്. നമ്മളെ ഇവിടെ താൽക്കാലികമായി അബ്രഹാം എങ്ങനെയാണ് ജീവിച്ചത്? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ 318 അഭ്യാസികളുണ്ട്. 5 രാജാക്കന്മാരെ തോൽപ്പിക്കാൻ പറ്റിയ, 5 4 തോൽപ്പിക്കാൻ പറ്റിയ അഭ്യാസികൾ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അഭ്യാസികൾ, അവർ ട്രെയിൻഡായിട്ടുള്ള ആളുകൾ, അഭ്യാസികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അബ്രഹാം എന്താ ചെയ്തേ? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും ആരോടൊപ്പമാണ്? ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ചേർന്ന്. അപ്പോൾ അപ്പനുണ്ട്, മോനുണ്ട്, കൊച്ചുമോനുണ്ട്. ആരാധനയെന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പനും മക്കളും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അപ്പനും മക്കളും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. അത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ വീടുകളിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില വീടുകളിൽ കൊച്ചുങ്ങളെ രാവിലെ തല്ലി എഴുന്നേൽപ്പിക്കുന്ന വീടുകളുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. വേറെ ഒന്നിനുമല്ല, കഴിക്കാനല്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ തല്ലാൻ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാൻ തല്ലാൻ നമുക്കിഷ്ടമില്ല. തല്ലി എഴുന്നേൽപ്പിക്കും പ്രാർത്ഥിക്കാൻ. കാരണം അങ്ങനെ പ്രാർത്ഥിച്ച അതുകൊണ്ടല്ലേ നമ്മൾ ഈ ലെവലിൽ വന്നത്. ഹല്ലേലൂയ. എൻ്റെ അപ്പന് അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. അമ്മ എഴുന്നേക്കാൻ താമസിച്ചാൽ അച്ഛൻ അവിടെ ഇരുന്നുണ്ട്, ഹോളിലിരുന്നുകൊണ്ട് നീട്ടി ഒരു പാട്ടങ്ങ് പാടുമ്പോഴത്തേക്ക് അമ്മ എഴുന്നേക്കും. ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങളും എഴുന്നേറ്റ് വരും. വഴക്കൊന്നുമില്ലേലും അച്ഛനെ നീട്ടി പാടുന്നതിൻ്റെ കാര്യം, അച്ഛന് ഫ്ലാസ്കിൽ കടുങ്കാപ്പി അവിടെ വെച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് അത് കുടിച്ചേച്ച് സ്തോത്രം നീട്ടി ഒന്ന് പാടും. ആ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് അപ്പം നീട്ടി പാടിയ അപ്പൻ്റെ തൊണ്ട കഴിക്കുമ്പോൾ അപ്പം നിർത്തിക്കോളൂ എന്ന് പറയും. അപ്പൻ്റെ തൊണ്ട കഴിക്കുമ്പം അപ്പം നിർത്തിക്കോളും. മക്കൾ ഒന്നുകൂടെ പുതപ്പ് കയറ്റിയിടും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ വാക്ക് ഭയങ്കര എബ്രായ ലേഖനത്തിലെ സ്തോത്രം. ഇസഹാക്കിനോടും വാഗ്ദത്തത്തിന് കൂട്ടവകാശി. ഏതാ വാഗ്ദത്തം? നിത്യത. അതാ വാഗ്ദത്തം. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും. നമുക്ക് വേണ്ടി ഒരുക്കുന്നത് നമ്മളുണ്ടാക്കുന്നതല്ല കേട്ടോ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ഹല്ലേലൂയ. അടിസ്ഥാനമുള്ളൊരു നഗരത്തിനായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവം നമ്മുടെ നിർമ്മിതിയെക്കുറിച്ച് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭയങ്കരവും അതിശയകരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചേക്കുന്നത്. ഭയങ്കരവും അതിശയകരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഈ കുടലിനകത്തെ പാളികളുണ്ടല്ലോ, ഓരോ മിനിറ്റിലും പുതിയ പുതിയ അനുഭവത്തിലേക്ക് വരും. അത് പുതിയതായിട്ട് വരും. കാരണം ആ സാധനമാണ് നമ്മൾ കഴിക്കുന്ന സാധനത്തെ എന്ത് ചെയ്യുന്നത്? ദഹിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഇതൊക്കെ എല്ലാം നമുക്ക് പരസ്യമായി പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഹാർട്ട് അങ്ങനെ ഒന്ന് മിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ, എത്രയോ മില്യൺ ഹോർമോണുകളാണ് ഓരോന്നുണ്ടാക്കുന്നത്. ഇന്നും ഞാൻ വായിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഒരു ഹൃദയം ഇടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഇഞ്ചിൻ്റെ വണ്ടിയുടെ ക്രാങ്ക് പിസ്റ്റൺ ഇങ്ങനെ ഇടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ക്രിയകളും നടക്കുക. എന്ത് അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പണ്ട് അച്ഛന്മാർ പറയുമായിരുന്നു പ്രസംഗിക്കുമ്പോൾ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആയിരുന്നു അന്നത്തെ ഏറ്റവും വലുത്. അതിനകത്തെ വയർ ചെയ്യുന്ന വയറിങ്ങിനേക്കാൾ കൂടുതൽ നമ്മുടെ തലച്ചോറിൽ വയറിങ് ഉണ്ടെന്ന്. ഇതെല്ലാം എവിടെ എടുത്തേക്കുന്നത്? അപ്പോൾ ആ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുക. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു മോളെ. പിന്നെ 35 മുതൽ.
പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട പാടി യോഹന്നാന്റെ സഭ വിട്ടേച്ച് യേശുവിൻ്റെ സഭയിലോട്ട് പോയി. യോഹന്നാന്റെ കൂട്ടായ്മ നിൽക്കുന്നവരാ, എം.എ. യോഹന്നാൻ്റെയും കെ.പി. യോഹന്നാൻ്റെ അല്ല കേട്ടോ. യോഹന്നാൻ്റെ കൂട്ടായ്മ നിന്നവൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ യോഹന്നാൻ്റെ കൂട്ടായ്മയിൽ എന്ത് ചെയ്തില്ല? നിങ്ങൾക്ക് യോഹന്നാൻ്റെ കൂട്ടായ്മയിൽ നിൽക്കുന്നവൻ കർത്താവിനെ കണ്ടാൽ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് പോകും, ഇന്നും പോകും. ശരിക്ക് കണ്ടാൽ ചിലർ പറയും ഞങ്ങൾ യോഹന്നാൻ്റെ കൂടെ നിൽക്കത്തുള്ളെന്ന്. നമ്മുടെ കൊടുത്തി സഭയിലെ പ്രശ്നം അതാ. അവരുടെ ചെന്ന് അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ആ കൂട്ടായ്മയിലേ നിൽക്കുകയുള്ളൂ. യോഹന്നാനെ പറഞ്ഞു, അവനാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യോഹന്നാന്റെ കൂടെ നിന്നവര് അവന്റെ പുറകെ പോയി. വായിച്ചു, വേഗം വായിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. അന്നത്തെ ആത്മീയ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ച്. ഈ പ്രസംഗിക്കുന്നവൻ, ഈ നടക്കുന്നവൻ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്നു കാണുമീൻ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാണണം. നമ്മുടെ ആരാധനയിൽ ആളുകളെ ക്ഷണിക്കണം, വരാൻ പറയണം. പ്രിയമുള്ളവർ, നമ്മുടെ കൺവെൻഷൻ നടക്കുക, നമ്മുടെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിളിക്കണം. നമ്മുടെ വീടുകൾ നമ്മുടെ സ്വന്തക്കാരെ കൊണ്ടൊന്ന് നിറയട്ടെ. എന്നിട്ട് അവരെയും കൊണ്ട് വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റിലേഷനിലുള്ള ആളുകളെയൊക്കെ വിളിക്കണം. അവരൊരു 2 ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചെന്നോർത്ത് നമ്മുടെ വീടൊന്നും തേഞ്ഞു പോകത്തില്ല കേട്ടോ. ചിലപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് കഴുകേണ്ടി വരും. ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റും കട്ടിലും എല്ലാം പോകുന്ന. നമ്മളുടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മുടെ ബന്ധുക്കളെ എല്ലാം ഒന്ന് വിളിക്ക്, ചാർച്ചക്കാരെ വിളിക്ക്, വന്ന് കാണാൻ പറ. ആരാധന കാണാൻ പറയാനേ, വന്ന് കാണാൻ പറയണം. അതിനകത്ത് യാതൊരു നമ്മുടെ സ്വന്തക്കാരെയൊക്കെ നമ്മുടെ വീടുകളിൽ വിളിക്കണം. നമ്മുടെ കൺവെൻഷനാ, നമ്മൾ ഒന്നിച്ചുള്ള സന്തോഷമാണ്. ഒന്ന് വന്ന് കാണാൻ പറയണം. സത്യത്തിലും ആത്മാവിലുള്ള ആരാധന. നമ്മുടെ അയൽവക്കക്കാരെ ക്ഷണിക്കണം, വന്ന് കാണാൻ പറയണം. കർത്താവ് പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. വായിച്ചേ. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ പാർക്കുന്നതിനേക്കാളിൽ വേറെ ഒരു കാര്യവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ശിഷ്യന്മാർക്ക് പലതും ഉള്ളതാണ്. അവർക്ക് കോഴിയുണ്ട്, ആടുണ്ട്, പലതുണ്ട്, മൃഗങ്ങളുണ്ടല്ലേ, എല്ലാം അങ്ങ് വിട്ടു. കർത്താവിനെ കണ്ടാൽ നീ വിടേണ്ടത് വിടും. കർത്താവിനെ കണ്ടില്ലേ, നീ കോഴിയുടെയും താറാവിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ എല്ലാം പറയും. കോഴിക്കൂട് അടച്ചില്ല, കോഴിക്കൂട് അടച്ചിട്ടേ യോഗത്തിന് കൺവെൻഷന് വരാൻ പറ്റത്തുള്ളൂ. കോഴിയെ പാക്കാൻ കൊണ്ടുപോകുകയല്ലേ കൺവെൻഷന്? കോഴിക്കൂട് അടക്കാതിരിക്കും, പശുവിന് തീറ്റ കൊടുക്കാതിരിക്കാം. ഇതൊക്കെ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞേ. ഏട്ടാ, ഈ ശിഷ്യന്മാർക്ക് ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ്റെ കൂടെ പാർത്തു. സ്തോത്രം. എന്തൊരനുഭവമാണ്! കർത്താവും ഗുരുവുമായവൻ്റെ കൂടെ ഒന്ന് പാർക്കുക എന്ന് പറഞ്ഞാലുള്ളത്തെ സന്തോഷം. നമ്മൾ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവും ഗുരുവുമായും നമ്മുടെ കൂടെ പാർക്കുകയാണ്. കർത്താവും ഗുരുവുമായും നമ്മുടെ കൂടെ എന്ത് ചെയ്യുക? പാർക്കുകയാണ്. ആ ഒരു അനുഭവം നമ്മൾ ഫീൽ ചെയ്യണം. ആ ഒരു അനുഭവം നമ്മൾ മാനസികമായി ഫീൽ ചെയ്ത് കർത്താവ് എത്ര പേര് ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴല്ല കേട്ടോ പ്രാർത്ഥന, നമ്മൾ നടന്നു പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കർത്താവിനോട് സംസാരിക്കണം. ഞാൻ ഇതായിട്ട് പറയാം, ഞാൻ കരഞ്ഞ് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയെ പോകുമ്പോഴേ ഉള്ളൂ. ഒറ്റയ്ക്ക് വണ്ടിയെ പോകുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കിടാൻ വരും. ഒരു നല്ല പെടലുള്ള സൈക്കിൾ പോലും ഇല്ലാത്ത ഞാൻ ദൈവം നടത്തി ഈ രീതിയിൽ പോകുമ്പോൾ ദൈവത്തോട് എങ്ങനെ നന്ദി പറയാതിരിക്കും? വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടക്കാൻ സ്ഥലമില്ലാതെ ഊണുമേശയുടെ മണ്ടയിലെ ഊണുമേശ, അത് വരാന്തയിൽ. അന്നത്തെ കാലത്ത് പേടിയുള്ള സമയമാണ്. രാത്രിയിൽ എവിടെയെങ്കിലും ഒരു ഒച്ച കേട്ടാൽ വരാന്ത ഈ മേശ കിടക്കുമ്പോൾ തന്നെ ഉറക്കമില്ല, അതിൻ്റെ കൂടെ ഒച്ചയും കൂടെ കേട്ടാൽ. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നപ്പം നമ്മൾ ദൈവത്തോട് എന്തോരം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് എന്തോരം നന്ദി. അവനുമായിട്ട് പാർക്കണം. സന്ധ്യാസമയത്ത്
നമ്മൾ സ്തോത്രം ചെയ്ത് കർത്താവുമായിട്ട് ഒന്നിച്ച് പാർക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവുമായി ഒന്നിച്ച് പാർക്കണം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സ്വന്തത്തിനായി എല്ലാം വില കൊടുക്കുന്നത്. ഹല്ലേലൂയ. എത്ര നാൾ വില കൊടുക്കും? നമുക്ക് വയ്യാതായ നമ്മളെ ആരും എങ്ങും കൊണ്ടുപോവുകയില്ല കേട്ടോ. നമുക്ക് വയ്യാതായാൽ മക്കളും കൊണ്ടുപോകത്തില്ല, കൊച്ചുമക്കളും കൊണ്ടുപോകത്തില്ല, ആരും കൊണ്ടുപോകത്തില്ല. നമ്മൾ തന്നെ അവിടെ കിടക്കും. നല്ലൊരു ജനലുള്ള മുറി സൈഡിലുണ്ടെങ്കിൽ പിന്നെ പുറത്തോട്ടെങ്കിലും നോക്കിയിട്ട് കിടക്കാമെന്ന് വെക്കാം. ഇതൊക്കെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് അവനുമായിട്ട്, കർത്താവുമായിട്ട് അവൻ്റെ കൂടെ പാർത്തെന്ന്, നിങ്ങൾ ആ ആത്മീയ ലെവലിലേക്കൊന്ന് വന്നേ, അവൻ്റെ കൂടെ ഒന്ന് പാർത്ത്, കർത്താവെ ഞാൻ നിന്നോട് പറയല്ല, ചില പാട്ടൊക്കെ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുക. എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ, സങ്കീർത്തനക്കാരൻ പറയുക, എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇവിടെ രാജ്യത്തോ ഉണ്ടല്ലോ, തോഴന്മാരുണ്ടല്ലോ, തോഴിമാരുണ്ടല്ലോ, കാര്യമില്ല. എപ്പോൾ ഞാൻ ദൈവസന്നിധി, മുമ്പ് നമ്മൾ കേട്ടു കുരുവിലും വിൽപ്പക്ഷിയൊക്കെ യാഗപീഠത്തിൽ നമുക്ക് കൂട് വെച്ചൊക്കെ കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ അസൂയ തോന്നുക. കാരണം അവൻ്റെ യാഗപീഠത്തിൽ നിൽക്കാൻ, അവൻ്റെ ആലയത്തിൽ പാർക്കാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വേഗം വായിച്ച് അവസാനിപ്പിച്ച നമ്മളെ. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. ഹല്ലേലൂയ. ഞാനതാ പറഞ്ഞേ, നമ്മൾ രക്ഷിക്കപ്പെടാത്തവരെയൊക്കെ ദൈവസന്നിധി കൊണ്ടുപോവാ. നമുക്കൊരു കൺവെൻഷനൊക്കെ ആകുമ്പോൾ പൊതുവായിട്ട് നമുക്ക് കൊണ്ടുവരാം. മറ്റ് യോഗം പോലല്ലല്ലോ, സൗകര്യത്തിന് നടക്കുകയോ പിടിക്കുകയോ അവരുടെയും കൺവീനിയൻ്റായിട്ട് അവർക്ക് പോകാം. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. പത്രോസ് വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും പത്രോസിനെ ആരാ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നേ? അന്ത്രയോസ് അല്ലേ? അതങ്ങനല്ലേ വായിച്ചേ? അന്ത്രയോസ് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഇപ്പം ആരാ വലുതായത്? പത്രോസ് വലുതായി. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് വേഗം വായിച്ചേ. അങ്ങനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അടുത്തോടെ വായിച്ചോ. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു പറഞ്ഞു, ഫിലിപ്പോസിനെ കണ്ടപ്പം കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ. കർത്താവ് നമ്മുടെ മേൽ പൊഞ്ചങ്കോല് നീട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ വന്നത്. അതാരെങ്കിലും കൂടെ ഒക്കെ ആയിരിക്കും. കർത്താവ് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. കർത്താവിനെ അനുഗമിക്കുന്നതിനേക്കാളിൽ വലിയൊരു കാര്യമില്ല കേട്ടോ. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളിൽ വലിയൊരു കാര്യമില്ല. ദൈവം സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ എനിക്ക് നിൻ്റെ വേല ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവെ നിൻ്റെ സമയത്ത് അതിനുവേണ്ടിയുള്ള വഴി എനിക്ക് തുറക്കണം, അതിനുവേണ്ടിയുള്ള വഴി തുറക്കണം. സ്തോത്രം. ഫിലിപ്പോസിനെ കർത്താവ് വിളിച്ചു, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട അവനോട് ന്യായപ്രമാണത്തിൽ ആ ഒരു അധ്യായം നമ്മൾ ഓരോരുത്തരോട് പറയുക, യേശുവിനെ കുറിച്ച് പറയുക. നമ്മൾ എത്ര പേര് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരോട് പറയണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ രാവിലെ ഇടുന്ന വാക്യം നമ്മുടെ ഈ സമൂഹത്തിലുള്ള ചുറ്റുപാടുള്ളവരൊക്കെ അവരുടെ സ്റ്റാറ്റസ് ഇടുന്ന, നമ്മുടെ റോയ് ബേറിൻ്റെ പെങ്ങള് ഷീലും ഒക്കെ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വാക്യമാണ് അവൾ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. ഒലിയപ്പുറത്ത് യാക്കോബ് വലിയ കടക്കാരനാണ്, സമുദായക്കാരനാണ്. അവരെല്ലാം നമ്മുടെ വാക്യം സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ ആ വാക്യം ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ ആ വാക്യം എനിക്ക് ഭയങ്കര ജീവനായിരുന്നു, ഭയങ്കര പ്രയോജനം ചെയ്തു. യേശുവിനെക്കുറിച്ചൊന്ന് പറ. നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വേറെ ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ഈ പ്രസംഗങ്ങളും ഒക്കെ ഇടുന്നത്. എങ്ങനെങ്കിലും ആരെങ്കിലും കേട്ടാൽ സ്തോത്രം, ആരെങ്കിലും കേട്ടാൽ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെക്കുറിച്ചൊന്ന് പറ. ഫിലിപ്പോസ് എന്ന് നഥനയേലിനോട് പറഞ്ഞു. നഥനയേൽ അപ്പോൾ പറയുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോയെന്ന്. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പോസ് ചോദിക്കുക, അപ്പോൾ വന്നു കർത്താവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവന്നു. കർത്താവ് ദൂരവേ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ. ആരെ കൂടെ പറയുക? നഥനയേലിനോട് പറയുക, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒന്ന് കേൾക്കണം. ഇവനിൽ കപടമില്ല.
അടുത്തത് പറയുകയാണ് ആ ഭാഗം നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് നിന്നെ അറിയുമെന്ന് എവിടെ വെച്ച് അറിയുമെന്ന്. ചോദിച്ചതിന് എടാ, നിന്നെ ഉരുവാക്കിയവൻ ഞാനാ. കർത്താവിന് പറയാൻ കഴിയും, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കിയത് ഞാനാ. അവനാ ഉരുവാക്കിയത്. അവൻ കർത്താവിനെ അറിയത്തില്ല. പക്ഷെ കർത്താവ് അത് പറയാൻ പോയില്ല. നീ അത്തിയുടെ കീഴെ ഇരുന്ന് പലതും ചിന്തിച്ചില്ലേ? യഹൂദന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചില്ലേ? ഞങ്ങളിപ്പോഴത്തെ അടിമത്തത്തിലല്ലേ, ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടാകുമോ എന്നൊക്കെ നീ ചിന്തിച്ച ആ ഒരു ചിന്ത കർത്താവ് കണ്ടിട്ട് പറയുക, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം നഥനയേലിൻ്റെ മറുപടി, നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അതിന് ഒരു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിലിരിക്കുമ്പോ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞതുകൊണ്ട് ആശ്ചര്യപ്പെടരുത്. നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും. ആ ഒരു അനുഭവം, സ്വർഗം തുറന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് കണ്ടേ, ഉയരത്തിലേതൊന്ന് ചിന്തിച്ചേ. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന് വേണ്ടി ചിലരെ ആദായപ്പെടുത്താം. കർത്താവിനെക്കുറിച്ച് ഏതെല്ലാം സാഹചര്യമുണ്ടെങ്കിലും നമ്മുടെ പണവും ആരോഗ്യവും സമയവും ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.